2012 കെ.വി. ആനന്ദ് സംവിധാനം ചെയ്ത് സൂര്യ ലീഡിലെത്തിയ സിനിമയാണ് മാട്രാൻ. സൂര്യ, കാജൽ, സച്ചിൻ എന്നിവരൊക്കെയായിരുന്നു ഈ പടത്തിൻ്റെ മെയിൻ കാസ്റ്റിൽ ഉണ്ടായിരുന്നത്. സൂര്യയുടെ സിഗ്നേച്ചർ ഫിലിമായിട്ടുള്ള അയൺ സിനിമയ്ക്ക് ശേഷം സൂര്യ കെ.വി. ആനന്ദ് കോംബോയിൽ എത്തുന്ന പടമായതുകൊണ്ട് ഈ പടത്തിന് അത്യാവശ്യം നല്ല രീതിക്ക് ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ടിപ്പിക്കൽ തമിഴ് സിനിമകൾ മാത്രം കാണുന്ന തമിഴ് ഓഡിയൻസ് ഈ പടവും പൊട്ടിച്ച് കൈ കൊടുത്തു. കാര്യം ഈ ടിപ്പിക്കൽ തമിഴ് സിനിമയിൽ നിന്ന് പെട്ടെന്നുള്ളൊരു മാറ്റം തമിഴ് ഓഡിയൻസിന് അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ മാട്രാൻ സിനിമ അന്ന് വരെ ഇറങ്ങിയതിൽ വെച്ച് സൂര്യയുടെ കരിയറിലും തമിഴ് സിനിമാ ലോകത്തിലും ഒരു വെറൈറ്റി പടം തന്നെയായിരുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായി കൺജോയിൻറ്റ് ട്വിൻസ് എന്ന കൺസെപ്റ്റ് യൂട്ടിലൈസ് ചെയ്ത ഒരു തമിഴ് സിനിമ, അതിലുപരി ഇന്ത്യൻ സിനിമ. ഈ കൺജോയിൻറ്റ് ട്വിൻസ് എന്ന് വെച്ചാൽ ഒട്ടിച്ചേർന്ന ഇരട്ടകൾ. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യത്യസ്ത മോഡലുള്ള എക്സ്പെരിമെൻ്റൽ സിനിമയായിരുന്നു. ഡയറക്ടർ കെ.വി. ആനന്ദ് 2 കൊല്ലത്തോളം സമയമെടുത്ത് തയ്യാറാക്കിയൊരു സ്ക്രിപ്റ്റായിരുന്നു മാട്രാൻ. അയൺ ടൈമിൽ തന്നെ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി ഡയറക്ടർ സൂര്യയുമായി ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ ഈ പടം ഒഫീഷ്യലി ഓണായത് 2011 ഫെബ്രുവരിയിലാണ്. അക്കാലത്ത് 5 മാസത്തോളം സമയമെടുത്താണ് ഈ പടത്തിൻ്റെ VFX വർക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്തത്. സൂര്യയുടെ ക്യാരക്ടർ ഡബിൾ റോളിലായതുകൊണ്ടും ഈ ഒരു കൺജോയിൻറ്റ് കൺസെപ്റ്റ് എന്ന ആശയം ആയതുകൊണ്ട് മാത്രമാണ് 5 മാസത്തോളം VFXനും മറ്റ് CG വർക്കുകൾക്കും മാത്രമായി ചിലവഴിച്ചത്. അതിൻ്റെ മാക്സിമം നല്ലൊരു ഔട്ട്പുട്ടും നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കും. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വൻ ക്വാളിറ്റിയിലെത്തിയ മാട്രാൻ എന്ന സിനിമ ഫ്ലോപ്പ് ആകാനുള്ള 70% കാരണവും തമിഴ് ഓഡിയൻസിൻ്റെ അനാസ്ഥയാണ്. കാര്യം ഈ സ്ഥിരം ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ഫോർമാറ്റിൽ നിന്നൊരു മാറ്റം തമിഴ് ഓഡിയൻസ് അർഹിച്ചിരുന്നില്ല, അവരത് ആഗ്രഹിച്ചിരുന്നുമില്ല. ഈ ഒരു റീസണാണ് സൂര്യ എന്ന നടൻ്റെ പീക്ക് ടൈമിൽ പോലും ഇത്തരമൊരു എക്സ്പെരിമെൻ്റൽ സിനിമ ഫ്ലോപ്പ് ആകാനുള്ള ഏറ്റവും വലിയ കാരണം. ഈ ഒരു 70% മുഴുവൻ നമുക്ക് തമിഴ് ഓഡിയൻസിൻ്റെ തലയിൽ കെട്ടിവെക്കാം. ബാക്കി 30% വേണമെങ്കിൽ നമുക്ക് ഈ പടത്തിൻ്റെ തലയിലും വെക്കാം. അതിലാദ്യത്തേത് ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. ഒരു നോർമൽ ഫൺ ഇമോഷണൽ ആക്ഷൻ മോഡിൽ പോകുന്നൊരു ഫസ്റ്റ് ഹാഫും വളരെ സ്ലോ മോഡിൽ പോകുന്നൊരു സെക്കൻഡ് ഹാഫുമാണ് ഈ പടത്തിനുള്ളത്. ബ്രദേഴ്സായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒരു സൂര്യ മരിക്കുന്നിടത്താണ് ഈ പടത്തിൻ്റെ ഇൻ്റർവെൽ. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും 2 സോങ്സ് വീതം പ്ലേസ് ചെയ്തിട്ടുണ്ട്. പാട്ടൊക്കെ നൈസായിരുന്നു, അത്യാവശ്യമില്ലാത്തടത്ത് അനാവശ്യമായതൊന്നും പ്ലേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഭൂരിഭാഗം ഓഡിയൻസും പറയുന്ന ഒരേ ഒരു കാര്യം ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ആണ്. എൻഗേജിങ് ആണെങ്കിലും വളരെ സ്ലോ മോഡിൽ പോകുന്ന ഒരു സെക്കൻഡ് ഹാഫാണ് ഈ പടത്തിനുള്ളത്. പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് മുഴുവൻ നടക്കുന്നത് ഫോറിൻ കൺട്രിയിലാണ്, റഷ്യ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പിന്നീട് ഈ പടത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തമിഴ് സിനിമ എന്ന രീതിയിൽ എടുത്ത തമിഴ് ലാംഗ്വേജിന് സെക്കൻഡ് ഹാഫിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. കൂടുതലും സബ് ടൈറ്റിൽ ഇട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തമിഴ് ഓഡിയൻസിന് തമിഴ് ലാംഗ്വേജിനോട് ചെയ്യുന്നൊരു വലിയ തെറ്റായിട്ടാണ് ഇത് അന്ന് അത് അന്നായാലും ഇന്നായാലും അങ്ങനെയൊക്കെ തന്നെ. സോ അതൊക്കെ വലിയൊരു നെഗറ്റീവായിട്ടാണ് ഈ പടത്തിനെ അന്ന് ബാധിച്ചത്. രണ്ടാമത്തേത് പടത്തിൻ്റെ ക്ലൈമാക്സ് ആണ്. അച്ഛൻ മകൻ പാസം, മകൻ അമ്മ പാസം എന്നിങ്ങനെ ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരുപാട് പടങ്ങൾ മാത്രം കണ്ടിരുന്ന തമിഴ് ഓഡിയൻസിൻ്റെ ഇടയിൽ സ്വന്തം അച്ഛനെ കൊല്ലുന്നൊരു ക്ലൈമാക്സ് വന്നപ്പോൾ ഭൂരിഭാഗം ഓഡിയൻസിനും അത് വർക്കൗട്ട് ആയില്ല. പക്ഷേ ഒരു നോർമൽ ഓഡിയൻസ് എന്ന രീതിയിൽ എടുത്താൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞാൻ മേൽ പറഞ്ഞ 3 കാരണങ്ങളാണ് മാട്രാൻ എന്ന സിനിമ വെറും ആവറേജിൽ ഒതുങ്ങിപ്പോകാനുള്ള കാരണങ്ങളായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനീ പറഞ്ഞതെല്ലാം തമിഴ് ഓഡിയൻസിനെ വെച്ചിട്ടാണ്. ഇതെല്ലാം ഈ സിനിമയെ നശിപ്പിക്കണമെന്ന് വിചാരിച്ച് കാണുന്നവരുടെ കണ്ണിൽ മാത്രം പെട്ടേക്കാവുന്ന ചില നെഗറ്റീവുകൾ. അല്ലാത്തവർക്ക് ഇതൊരു പക്ക ക്ലീൻ എക്സ്പെരിമെൻ്റൽ സിനിമ തന്നെ ആയിരിക്കും. അടുത്തത് ഈ സിനിമയുടെ പോസിറ്റീവ്സ്. അതിലാദ്യത്തേത് ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറിട്ടൊരു എക്സ്പെരിമെൻ്റൽ കൺസെപ്റ്റിൽ വന്ന ട്വിൻസ് എന്ന ആശയത്തിൽ വന്ന ആദ്യത്തെ തമിഴ് സിനിമ. അത് ഒരു നടൻ എന്ന നിലയിൽ സൂര്യ അക്സെപ്റ്റ് ചെയ്തു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. രണ്ടാമത്തേത് എക്സ്പെരിമെൻ്റൽ ആശയത്തിലെത്തിയ സിനിമയാണെങ്കിലും അതിലുപരി ഒരു സ്ട്രോങ് സോഷ്യൽ മെസ്സേജ് നൽകുന്ന ഒരു സിനിമയായിരുന്നു മാട്രാൻ. നമ്മൾ പൊതുവെ കുട്ടികൾക്ക് കൊടുക്കുന്ന ബൂസ്റ്റ്, ഹോർലിക്സ്, ബോൺവിറ്റ അതുപോലുള്ള പൊടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അവയ്ക്ക് പിന്നിലെ അപകട സാധ്യതകളും ചതികളുമാണ് കെ.വി. ആനന്ദ് മാട്രാൻ എന്ന സിനിമയിലൂടെ മുന്നോട്ട് വെച്ചത്. മൂന്നാമത്തേത് ലുക്സ്, പെർഫോമൻസ്, ഫീമെയിൽ പ്രസൻസ്, സോങ്സ്. ലുക്സിൻ്റെയും പെർഫോമൻസിൻ്റെയും കാര്യത്തിൽ സൂര്യണ്ണന് വട്ടം വെക്കാൻ ആരുമില്ല, അത് നമുക്കറിയാം. പിന്നെ സൂര്യ കാജൽ കോംബോയിലെത്തിയ ആദ്യത്തെ തമിഴ് സിനിമ, പറഞ്ഞിട്ട് എന്ത് കാര്യം. പക്ഷേ കേരളത്തിൽ ഈ പടം സൂപ്പർ ഹിറ്റാണ്. തമിഴ്നാട്ടിൽ നിന്ന് വെറും ആവറേജ് റെസ്പോൺസിൽ മാത്രം ഒതുങ്ങിപ്പോയ ഈ തമിഴ് സിനിമ കേരളത്തിൽ ഫുൾ പോസിറ്റീവ് റെസ്പോൺസ് നേടിക്കൊണ്ട് വലിയൊരു വിജയം നേടി. അന്നും എന്നും മലയാളികൾക്ക് സൂര്യ ഫാൻ എന്ന നിലയിൽ അഭിമാനിക്കാവുന്ന പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു പടമാണ് മാട്രാൻ.